വാർത്തകൾ വിശദമായി. സങ്കരവൈദ്യം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് രാജ്യവ്യാപകമായി ഡോക്ടർമാർ നടത്തുന്ന പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലും വെള്ളിയാഴ്ച പണിമുടക്ക് സമരം സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് സമരം നടത്തിയത്. അത്യാഹിത വിഭാഗവും കോവിഡ് സംബന്ധിച്ച പരിശോധനകളും ചികിത്സയെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സങ്കരവൈദ്യം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് രാജ്യവ്യാപകമായി ഡോക്ടർമാർ നടത്തുന്ന പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലും വെള്ളിയാഴ്ച പണിമുടക്ക് സമരം സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് സമരം നടത്തിയത്. അത്യാഹിത വിഭാഗവും കോവിഡ് സംബന്ധിച്ച പരിശോധനകളും ചികിത്സയെയും പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്താൻ അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ ആഹ്വാനപ്രകാരം ഡിസംബർ 11-ന് ദേശവ്യാപകമായി ഡോക്ടർമാർ പണിമുടക്ക് സമരം നടത്തിയത്. പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി IMA ആലപ്പുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം IMA ആലപ്പുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ AP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അത്യാസന്ന നിലയിലടക്കമുള്ള രോഗികൾക്ക് മോഡേൺ മെഡിസിൻ ലഭിക്കേണ്ട സമയത്ത് അതിനെ കണ്ടില്ലെന്ന് നടിച്ച് പഴയ ചികിത്സാ രീതിയിലേക്ക് തിരിച്ചു പോകുന്ന സങ്കര ചികിത്സാ രീതി ആരോഗ്യ മേഖലയെ തകർക്കുമെന്നും സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നും ഡോക്ടർ AP മുഹമ്മദ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ നയം തിരുത്തിയില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി IMA മുന്നോട്ടു പോകുമെന്നും KGMCTA, KGMO, KGIMO, PG അസോസിയേഷൻ, ഡെന്റൽ അസോസിയേഷൻ, ഹൗസ് സർജൻസ് അസോസിയേഷൻ തുടങ്ങി എല്ലാ സംഘടനകളുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോഡേൺ മെഡിസിൻ വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പഴയ യുഗത്തിലേക്ക് തിരിച്ചു പോകുന്ന ആയുർവേദവുമായി സങ്കര ചികിത്സ ഉണ്ടാക്കുന്ന ഈ രീതിയെ അതൊരു ആരോഗ്യ മേഖലയെ തകർക്കുന്ന ഒരു സംഭവമാണ്. സാധാരണക്കാർക്ക് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നു. പൗരന്മാർ രണ്ട് ഘട്ടത്തിലാക്കുന്നു. ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ആയുഷ് ചികിത്സ, അത് കാശുള്ളവന് വിദഗ്ധ ചികിത്സ എന്ന മട്ടിലേക്ക് രാജ്യത്തെ ജനങ്ങളെ രണ്ടായി വിഭജിക്കുന്നു. ആരോഗ്യ മേഖല തകരാറിലേക്ക് പോകും. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ IMA ഇതിനേക്കാൾ കൂടുതൽ ശക്തമായ നിലയിൽ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് IMAയുടെ നിലപാട്. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ സംഘടനകളും, അതായത് KGMCTA, KGMOA, KGIMOA, PG അസോസിയേഷൻ, ഹൗസ് സർജൻസ് അസോസിയേഷൻ, ഡെന്റൽ അസോസിയേഷൻ തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും പിന്തുണ, പരിപൂർണ പിന്തുണ ഈ സമരത്തിനുണ്ട്. IMA ആലപ്പുഴ ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ N അരുൺ, ഡോക്ടർ അബ്ദുൽ ബാസിത്ത്, ഡോക്ടർ ബെൻഹർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരായ ഹരികൃഷ്ണൻ, അനിൽ ബാസി, സച്ചിൻ, നെബിൻ തോമസ് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി.